നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളമടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഈ മാസം 28-ന് ശേഷം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും. തിരഞ്ഞെടുപ്പ് ജോലികളുമായി നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലകളിൽ നിന്ന് സ്ഥലം മാറ്റാൻ ചീഫ് സെക്രട്ടറിമാർക്കും DGPമാർക്കും നിർദ്ദേശം. കേസുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണമെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ കരുക്കൾ നീക്കി UDF. VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് A. സുരേഷിനെ മലമ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ നീക്കം. തീരുമാനമെടുത്തിട്ടില്ലെന്നും നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നുവെന്നും സുരേഷ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചിറ്റ് ലഭിച്ച VS ശിവകുമാർ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി പിടിമുറുക്കി. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടത് തുടർഭരണത്തിനെതിരെ വിമർശനം കടുപ്പിച്ച് വീണ്ടും സച്ചിദാനന്ദൻ. ജനാധിപത്യം മധ്യവർഗത്തെ സന്തോഷിപ്പിക്കലല്ല, ശബ്ദമില്ലാത്തവരെ കേൾക്കുന്നതാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാൻ CPM. തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ സച്ചിദാനന്ദന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ സൗദി അറേബ്യയിൽ. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തി. സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ. UAEയിൽ സ്വകാര്യ മേഖലയിൽ എമിറാത്തി ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചു. പ്രതിമാസ ശമ്പളം കുറഞ്ഞത് 6000 ദിർഹമാക്കി. നടപടി സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഈ മാസം 28-ന് ശേഷം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് ജോലികളുമായി നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലകളിൽ നിന്ന് സ്ഥലം മാറ്റാൻ ചീഫ് സെക്രട്ടറിമാർക്കും DGPമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം കൂടാതെ അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. നിർദ്ദേശങ്ങൾ ഫെബ്രുവരി 28-നകം സമർപ്പിക്കാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഫെബ്രുവരി 28-ന് ശേഷമായിരിക്കും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക എന്നാണ് സൂചന. കേരളത്തിൽ മെയ് 23 വരെയാണ് നിലവിലെ സർക്കാരിന്റെ കാലാവധി. പുതുച്ചേരിയിൽ ജൂൺ 15-നാണ് നിലവിലെ സർക്കാർ കാലാവധി പൂർത്തിയാക്കുക. മറ്റിടങ്ങളിലെല്ലാം മെയ്യിൽ കാലാവധി തീരും. തിരഞ്ഞെടുപ്പ് ജോലികളുമായി നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലകളിൽ നിന്ന് സ്ഥലം മാറ്റാൻ ചീഫ് സെക്രട്ടറിമാർക്കും DGPമാർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർമാർ, ADMമാർ, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ, തഹസിൽദാർമാർ, BDO എന്നിവർക്കും റേഞ്ച് ADG മുതൽ സബ് ഇൻസ്പെക്ടർ വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ നിർദ്ദേശം ബാധകമാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഒരേ ജില്ലയിൽ 3 വർഷം തുടരുന്നവരെയും സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർമാരും അധ്യാപകരും അടക്കമുള്ള തിരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് നിർദ്ദേശം ബാധകമല്ല. ഔദ്യോഗിക പദവിയുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകൾ നിലവിലുള്ളവരോ അച്ചടക്ക നടപടികൾ നേരിടുന്നവരോ മുൻ തിരഞ്ഞെടുപ്പുകളിൽ വീഴ്ച വരുത്തിയവരോ ആയ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ജോലികളിൽ ഉൾപ്പെടുത്തരുതെന്നും നിർദ്ദേശമുണ്ട്. മെയ് 31-നകം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കിയിട്ടുണ്ട്. കർശനമായ നിരീക്ഷണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുമുണ്ടാകും. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തുടർഭരണം വേണ്ട എന്ന പരാമർശത്തിൽ വിമർശനങ്ങൾക്ക് മറുപടിയുമായി K. സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണെന്നും തന്റെ പുസ്തകം വായിക്കാത്തവരും തന്നെക്കുറിച്ച് അറിയാത്തവരുമാണ് വിമർശിക്കുന്നതെന്ന് കവി വ്യക്തമാക്കി. അതേസമയം സച്ചിദാനന്ദന്റെ പരാമർശത്തിൽ അനുനയ നീക്കവുമായി CPM രംഗത്തെത്തി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ തൃശൂരിലെ വീട്ടിലെത്തി സച്ചിദാനന്ദനെ കണ്ടു. ഭരണത്തുടർച്ചാ പ്രസ്താവനയിൽ സൈബർ ഇടങ്ങളിൽ വിമർശനം ശക്തമായതോടെയായിരുന്നു സച്ചിദാനന്ദന്റെ പ്രതികരണം. ഫാസിസത്തിനെതിരെ പണ്ടേ പ്രതികരിച്ച ആളാണ് താൻ. അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ കസ്റ്റഡിയിലെടുത്തതോ കൽബുർഗിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് താൻ സാഹിത്യ അക്കാദമിയിൽ നിന്നും പുറത്തു വന്നതോ പലർക്കും അറിയില്ല. മാർക്സിസ്റ്റ് ചിന്തകൾ മാത്രമാണ് താൻ പറഞ്ഞതെന്നും കവി വിശദീകരിച്ചു. തന്നെ വിമർശിക്കുന്ന സൈബർ കൂട്ടങ്ങൾ മൂഢസ്വർഗത്തിലാണെന്നും സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ എഴുതി. അതേസമയം സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPM രംഗത്തെത്തി. CPM ജില്ലാ സെക്രട്ടറി KV
വി അബ്ദുൾ ഖാദർ സച്ചിദാനന്ദനെ വീട്ടിലെത്തി സന്ദർശിച്ചു. സച്ചിദാനന്ദൻ വിശാല കാഴ്ചപ്പാടിൽ പറഞ്ഞ കാര്യം മറ്റൊരു തരത്തിലാണ് വന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണമായി കണക്കാക്കുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. സെക്യുലറായ ഇടതുപക്ഷക്കാരനാണ് കെ സച്ചിദാനന്ദൻ. അദ്ദേഹത്തെ എന്നും ബഹുമാനിക്കുന്നുവെന്നും അബ്ദുൾ ഖാദർ പറഞ്ഞു. കേരളത്തിലെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല, ആ അർത്ഥത്തിലല്ല മാഷ് പറഞ്ഞത്. വിശാലമായൊരു താത്വിക തലത്തിലാണ് മാഷ് പറഞ്ഞത്. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കി പറഞ്ഞു എന്ന മട്ടിൽ വന്നത്. അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ മൂല്യങ്ങളോട് അങ്ങേയറ്റം ആദരവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുത്തു എന്ന അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ഞാനും അശോകൻ ചെരുവിലും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യം. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനു ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് സച്ചിദാനന്ദനെതിരെ ഉണ്ടായത്. പോസ്റ്റുകൾ CPM-നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. കേരളത്തിൽ തുടർഭരണം വേണ്ടെന്ന എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇടത് വലത് നേതാക്കൾ രംഗത്തെത്തി. സാധാരണ ജനങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ കണ്ണുമടച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരരുത് എന്ന് പറയുന്നതിൽ എന്തോ ശരികേടുണ്ടെന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ അഭിപ്രായം. പിണറായി 3.0 എന്ന് കേൾക്കുമ്പോൾ ജനം തലയിൽ കൈവയ്ക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. സർക്കാരിന് തീവ്ര വലതുപക്ഷ നിലപാടാണ്. ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇടത് സഹയാത്രികരും നല്ല കമ്മ്യൂണിസ്റ്റുകാരും വീണ്ടും പിണറായി അധികാരത്തിൽ വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഇത് മൂന്നാമത് വീണ്ടും വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എന്താകും എന്ന് സാമാന്യ യുക്തിയുള്ള എല്ലാവരും ആലോചിക്കുന്നു. അപ്പോൾ സാംസ്കാരിക പ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകളും എല്ലാവരും ഒരു ഭരണ തുടർച്ച ഉണ്ടാകരുത്, ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അതാണ്, അതിനെ അസഹിഷ്ണുതയോടുകൂടിയാണ് ഇവർ നോക്കിക്കാണുന്നത്. ഹോംവർക്ക് ചെയ്യാതെയും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടാതെയുമാണ് സച്ചിദാനന്ദൻ അത്തരമൊരു പരാമർശം നടത്തിയത് എന്നാണ് മന്ത്രി V ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടത്. കണ്ണടച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരരുത് എന്ന് പറയുന്നതിൽ ശരികേടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് അത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണുമടച്ചുകൊണ്ട് ഒരു വ്യക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനി വരാൻ സാധ്യതയില്ല, മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് അതിലൊരു ശരികേടുണ്ട്. സാംസ്കാരിക നായകന്മാരെല്ലാം പ്രിയപ്പെട്ടവരാണെന്ന് മന്ത്രി K രാജൻ പ്രതികരിച്ചു. അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, ചിലർ തിരുത്തുന്നു. ശരി എന്തെന്ന് കാലം തെളിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏതെങ്കിലും ആളുടെ അഭിപ്രായത്തിന് നേരെ യാതൊരു വിധത്തിലുള്ള കടന്നുകയറ്റവും പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഗവൺമെന്റിനുള്ളത്. ആളുകൾക്കെല്ലാം അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ ഘടനയാണല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ളത്. സച്ചിദാനന്ദൻ ഇടതുപക്ഷ ബന്ധുവാണെന്നും ബന്ധുക്കൾ പുകഴ്ത്തണമെന്ന് മാത്രം പറയാൻ പറ്റില്ലെന്നുമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്. സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യം ഗൗരവത്തിൽ കാണുന്നുവെന്നും പ്രസ്താവനയോട് കാത് പൊത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സച്ചിമാഷ പോലുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങളതിനെ ആ ഗൗരവത്തിൽ കാണും, അത്രേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പേരിൽ സച്ചിമാഷ് LDF യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സച്ചിദാനന്ദന്റെ വിമർശനങ്ങളെ അവസരങ്ങളായി കാണുന്നുവെന്നാണ് മുൻമന്ത്രി തോമസ് ഐസക് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതാണ്. ഇത് വേണോ വേണ്ടേ, UDF വന്നാൽ ഇതെങ്ങനെ നടക്കും, ഈ കോൺഗ്രസ് ഇങ്ങനത്തെ ബദൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നതിന് ഞങ്ങളിതൊരു അവസരമാക്കി മാറ്റാൻ പോയി. തുടർഭരണത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പാർട്ടി നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിനായി കോൺഗ്രസിൽ പിടിമുറുക്കി VS ശിവകുമാർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ് നീക്കം. അതേസമയം സീറ്റ് നൽകിയില്ലെങ്കിൽ താൻ പാർട്ടി വിടുമെന്നത് CPM നടത്തുന്ന PR വർക്കാണെന്നാണ് ശിവകുമാർ പറയുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. ഈ സീറ്റിനായാണ് കോൺഗ്രസിൽ VS ശിവകുമാർ പിടിമുറുക്കിയിരിക്കുന്നത്. MLA ആയിരുന്ന ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയ സാഹചര്യത്തിൽ സീറ്റ് തിരികെ നേടാനാകുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ്. ശിവകുമാറിനെ കൂടാതെ K മുരളീധരൻ, ശബരിനാഥൻ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതോടെയാണ് സീറ്റ് തനിക്ക് വേണമെന്ന ആവശ്യം ശിവകുമാർ ശക്തമാക്കുന്നത്. സീറ്റ് ലഭിച്ചില്ല എങ്കിൽ താൻ പാർട്ടി വിടുമെന്നത് CPM-ന്റെ PR വർക്കിന്റെ ഭാഗമാണ് എന്നാണ് ശിവകുമാർ പറയുന്നത്. തനിക്കെതിരെ CPM പ്രചരണം കുറേ നാളുകളായി തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്. അതേസമയം തിരുവനന്തപുരം സെൻട്രൽ അല്ലാതെ മറ്റ് ഏതു സീറ്റിൽ തന്നെ പരിഗണിക്കുമെന്ന ചോദ്യവും ശിവകുമാർ നേതൃത്വത്തോട് ഉയർത്തിയിട്ടുണ്ട്.
ജയസാധ്യത തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന ഘടകമാവുക. അതിനാൽ തന്നെ ശിവകുമാറിന്റെ ആവശ്യത്തെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത് എങ്ങനെയെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസ് സമീപിച്ചിരുന്നുവെന്ന് VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A. സുരേഷ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല, ഒരു തീരുമാനവും അറിയിച്ചിട്ടുമില്ല. പല കാര്യങ്ങളും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, അത് പുറത്തു പറയാനാകില്ല. ഇടതുപക്ഷത്തിന് നന്മയ്ക്കായി പല സാഹിത്യകാരന്മാരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. പാർട്ടി നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, എന്നും ഇടതുപക്ഷക്കാരനായി തുടരാനാണ് ആഗ്രഹം. പക്ഷേ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ലെന്നും സുരേഷ് പറഞ്ഞു. അല്ല, കോൺഗ്രസ് ലീഡേഴ്സ് KPCC ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സംസാരിച്ചിരുന്നു. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചിരുന്നു. തൽക്കാലം ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുക തന്നെയാണ്. UDF ജാഥയിൽ പങ്കെടുക്കേണ്ട മാണി സി കാപ്പൻ പരദൂഷണം പറയാൻ പാലായിലിരിക്കുകയാണെന്ന് ജോസ് കെ മാണി. വികസന കാര്യങ്ങളിലെ പോരായ്മകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും, അതിനെ വ്യക്തിപരമായി കാണേണ്ടതില്ല. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ മാണി സി കാപ്പൻ പയർ അഞ്ഞാഴി എന്ന് പറയുന്നു. വികസന മുരടിപ്പ് എവിടെയും തുറന്നു കാണിക്കുമെന്നും ജോസ് കെ മാണി ഇടുക്കി അടിമാലിയിൽ പറഞ്ഞു. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ളത് പറയുള്ളൂ. അത് ഏത് MLA ആണെങ്കിലും ഞാനത് ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ട് അതിന്റെ സബ്ജക്ട് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നേ ഉള്ളൂ. ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയിൽ ജോസ് കെ മാണിയോട് മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനിടയിൽ മൈക്ക് വാങ്ങിയ റോഷി ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് പാർട്ടി തീരുമാനിക്കും. ആര് മത്സരിക്കണം, പാർട്ടിക്കകത്ത് ആര് മത്സരിക്കണം എന്നത് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചു, ഒരു കുഴപ്പമില്ല. പാർട്ടി തീരുമാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി. ഈ മാസം 18-ന് വിധി പറയും. ഇരു കേസുകളിലുമായി തന്ത്രി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് വാദം പൂർത്തിയായത്. ജാമ്യാപേക്ഷയെ പ്രത്യേക അന്വേഷണ സംഘം എതിർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായത്. ജാമ്യാപേക്ഷയെ പ്രത്യേക അന്വേഷണ സംഘം ശക്തമായി എതിർത്തു. തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടേതുൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ വിവരങ്ങൾ SIT കോടതിയിൽ സമർപ്പിച്ചു. തന്ത്രിയുടെ പേരിൽ 2,05 ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും ആദായ നികുതി വകുപ്പിനെ അറിയിക്കാതെയുള്ള ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. സമാന ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം തുടരുകയാണെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കൂടാതെ 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് 7 ലക്ഷം രൂപ കൈപ്പറ്റിയതായും SIT കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതിനാൽ തന്ത്രി പബ്ലിക് സർവന്റിന് സമാന സ്ഥാനത്താണെന്നും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും അന്വേഷണ സംഘം വാദിച്ചു. ബാംഗ്ലൂരിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് പോറ്റിയെ തന്ത്രി പരിചയപ്പെടുന്നതെന്നും 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് ബന്ധമുണ്ടെന്നും SIT കോടതിയെ അറിയിച്ചു. അതേസമയം പ്രോസിക്യൂഷൻ വാദങ്ങളെ പ്രതിഭാഗം ശക്തമായി എതിർത്തു. ഇരു കേസുകളിലുമായി തന്ത്രി സമർപ്പിച്ച ജാമ്യഹർജിയിലാണ് വാദം പൂർത്തിയായത്. 18-ന് തന്ത്രിയുടെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N. വാസുവിന്റെ ജാമ്യാപേക്ഷ വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യഹർജിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം മുൻ ദേവസ്വം പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിനെ വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ ഉടൻ സ്വാഭാവിക ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് നോട്ടീസ് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള നടന്റെ ബന്ധമാണ് ED അന്വേഷിക്കുന്നത്. ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ച് പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിലാണ് EDയുടെ പരിശോധന നടക്കുന്നത്. നടൻ ജയറാമിനെ സാക്ഷി എന്ന നിലയിൽ SIT ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ EDയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. ജയറാമിന്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ വെച്ച് പൂജ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജയറാം SITക്ക് നൽകിയ വിശദീകരണങ്ങളിൽ പൊരുത്തക്കേടുള്ളതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അടുത്തയാഴ്ച ജയറാം EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നെന്ന് നേരത്തെ ജയറാം മൊഴി നൽകിയിരുന്നു. ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്കായിരുന്നു പരിചയം. സ്മാർട്ട് ക്രിയേഷൻസുമായോ സ്പോൺസർമാരുമായോ പരിചയമില്ലെന്നും അന്ന് SITക്ക് മുന്നിൽ ജയറാം മൊഴി നൽകി.
തന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഇവരാരും വാങ്ങിയിട്ടില്ലെന്നുമായിരുന്നു ജയറാമിന്റെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി 12 പേർക്കാണ് ഇഡി ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. ഇതിൽ 3 പേർ മാത്രമാണ് SITയുടെ പ്രതിപട്ടികയിലുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത സാഹചര്യത്തിൽ സെക്രട്ടറി ജനറലിന് നോട്ടീസ് കൈമാറി. 118 എംപിമാർ നോട്ടീസിൽ ഒപ്പുവെച്ചു. തൃണമൂൽ കോൺഗ്രസ് പ്രമേയത്തിൽ ഒപ്പിടാതെ വിട്ടുനിന്നു. ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ആഴ്ചയിലും പാർലമെന്റിൽ സ്തംഭനാവസ്ഥ തുടരുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 94C പ്രകാരം സ്പീക്കറെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയത്തിനുള്ള നോട്ടീസാണ് പ്രതിപക്ഷം നൽകിയത്. കോൺഗ്രസ് ലോക്സഭാ ഡെപ്യൂട്ടി ലീഡർ ഗൗരവ് ഗൊഗോയാണ് ഇക്കാര്യം അറിയിച്ചത്. കോൺഗ്രസ്, DMK, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളിൽ നിന്നുള്ള 118 എംപിമാർ പ്രമേയത്തിൽ ഒപ്പിട്ടു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് പ്രമേയത്തിൽ ഒപ്പിടാതെ വിട്ടുനിന്നു. പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടെന്ന സൂചനയാണ് TMCയുടെ നടപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ ആദ്യം സ്പീക്കർക്ക് ഒരു പ്രതിഷേധക്കത്ത് നൽകണമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം അവിശ്വാസ പ്രമേയത്തിലേക്ക് കടക്കാമെന്നുമാണ് തങ്ങളുടെ നിർദ്ദേശമെന്നാണ് തൃണമൂൽ MP അഭിഷേക് ബാനർജി വ്യക്തമാക്കിയത്. എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന കത്തും പ്രതിപക്ഷം കൈമാറി. 14 ദിവസത്തിനു ശേഷമാണ് നോട്ടീസ് പരിഗണിക്കുന്നത്. സ്പീക്കർ സർക്കാരിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം നൽകിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും എന്നാൽ ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തിനെതിരെ മോശം പരാമർശങ്ങൾ നടത്താൻ പോലും അനുവാദം നൽകുന്നുണ്ടെന്നും അവർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗമില്ലാതെ തന്നെ നന്ദിപ്രമേയം പാസാക്കിയിരുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി സഭയിൽ വരാതിരുന്നതെന്ന് സ്പീക്കർ പറഞ്ഞിരുന്നു. ഇതിനു പുറമെ 8 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തതും BJP MP നിഷികാന്ത് ദുബെ മുൻ പ്രധാനമന്ത്രിമാർക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ നടപടിയെടുക്കാത്തതും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോക്സഭയിൽ ബജറ്റ് ചർച്ചയ്ക്കിടെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ MP. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും ഒന്നും നടപ്പാക്കുന്നില്ലെന്നും തരൂർ ആരോപിച്ചു. പ്രധാന പദ്ധതികൾക്ക് പോലും കുറവ് തുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നതെന്നും വിമർശനമുയർന്നു. അതിനിടെ കോൺഗ്രസ് വനിതാ MPമാർ പ്രധാനമന്ത്രിയുടെ സീറ്റ് ലക്ഷ്യമാക്കി നീങ്ങുന്ന ദൃശ്യങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പുറത്തുവിട്ടു. കോൺഗ്രസ് MPമാർ പാർലമെന്ററി അതിർവരമ്പുകൾ ലംഘിച്ചതായി അദ്ദേഹം ആരോപിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ തിങ്കളാഴ്ച സൗദി അറേബ്യയിലെത്തി. റിയാദിലെ കിങ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തിന് റിയാദ് ഡെപ്യൂട്ടി അമീർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. വില്യം രാജകുമാരൻ ഇന്നലെ രാത്രി സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടീഷ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. വില്യം രാജകുമാരൻ 3 ദിവസമാണ് സൗദിയിലുണ്ടാവുക. UAE നടപ്പാക്കുന്ന സ്വദേശീവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എമിറാത്തി ജീവനക്കാരുടെ പ്രതിമാസ ശമ്പളം കുറഞ്ഞത് 6000 ദിർഹമാക്കി പുതുക്കി നിശ്ചയിച്ചു. ജനുവരി 1 മുൻപ് ജോലിക്കെടുത്ത സ്വദേശി ജീവനക്കാരുടെ തൊഴിലനുമതി രേഖകൾ പുതുക്കിയ ശമ്പള പ്രകാരം തിരുത്തണമെന്നും സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഈ വർഷം ജൂൺ 30 ഇതിനായുള്ള അവസാന തീയതി. നിർദ്ദേശം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ജൂലൈ 1 മുതൽ നിയമ നടപടികൾ കൈക്കൊള്ളും. ഈ വർഷം ജനുവരി 1 മുതലുള്ള പുതിയ വർക്ക് പെർമിറ്റുകൾക്കും പുതുക്കിയതോ ഭേദഗതി വരുത്തിയതോ ആയ പെർമിറ്റുകൾക്കും നിർദ്ദേശം ബാധകമാണ്. കുവൈറ്റിൽ മയക്കുമരുന്ന് കടത്തിയ കേസിൽ 5 ഇറാൻ പൗരന്മാർക്ക് വധശിക്ഷ. ഇറാനിൽ നിന്ന് കുവൈറ്റിലേക്ക് കടൽ വഴി ഏകദേശം 175 കിലോഗ്രാം ഹാഷിഷും സൈക്കോട്രോപിക് വസ്തുക്കളും കടത്തിയ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്രിമിനൽ കോടതി 5 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത്. കുവൈറ്റ് ജലാതിർത്തിയിൽ വെച്ച് കോസ്റ്റ് ഗാർഡ് പെട്രോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഇവരെ പിടികൂടിയത്. 1-ാം പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്പീഡ് ബോട്ടിലാണ് മയക്കുമരുന്ന് കടത്തിയത്. അന്വേഷണത്തിൽ പ്രതികൾ തങ്ങൾക്കെതിരായ കുറ്റങ്ങൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു. സൗദി അറേബ്യയും ഖത്തറും തമ്മിൽ അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്നതിനുള്ള കരാറിന് ഔദ്യോഗിക അംഗീകാരം. സൗദി മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സാമൂഹിക സഹകരണം ശക്തമാക്കുന്നതിനുമുള്ള ചരിത്രപരമായ നീക്കമായാണ് ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. അതിവേഗ ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയുകയും വിനോദസഞ്ചാര ചരക്കു നീക്ക മേഖലകളിൽ വലിയ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ ഭാഗമായി 30,000-ലധികം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കും. പ്രതിവർഷം 1 കോടിയിലധികം യാത്രക്കാർക്ക് പദ്ധതി പ്രയോജനപ്പെടും. ഇരു രാജ്യങ്ങളുടെയും GDP-യിൽ ഏകദേശം 115 ബില്യൺ റിയാലിന്റെ സാമ്പത്തിക വളർച്ച പദ്ധതിയിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. 6 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കും.
കുവൈറ്റിൽ സന്ദർശക വിസയിലെത്തുന്നവർ വിസയുടെ കാലാവധിയും നിയമങ്ങളും കൃത്യമായി പാലിക്കണമെന്ന് ഇമിഗ്രേഷൻ അധികൃതർ. കുടുംബ സന്ദർശക വിസ ഉൾപ്പെടെ സാധാരണ സന്ദർശക വിസകൾ രാജ്യത്ത് പ്രവേശിച്ച തീയതി മുതൽ 1 മാസം വരെ താമസിക്കാൻ അനുവദിക്കുന്നതായും ടൂറിസ്റ്റ് വിസകൾക്ക് 3 മാസം വരെ സാധുതയുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. വിസയുടെ സാധുത കണക്കാക്കുന്നത് വിസ നൽകിയ തീയതി മുതലല്ല, മറിച്ച് രാജ്യത്ത് പ്രവേശിച്ച തീയതി മുതലാണെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ വിസ കാലാവധി കഴിഞ്ഞാൽ 1 ദിവസത്തെ താമസവും നിയമലംഘനമായി കണക്കാക്കും. കൂടാതെ കുവൈറ്റിൽ ഗ്രേസ് പീരീഡ് ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കാലാവധി കഴിഞ്ഞ് താമസിക്കുന്നവർക്ക് 10 കുവൈറ്റ് ദിനാർ പിഴ ഈടാക്കുമെന്നും പരമാവധി പിഴ 2000 ദിനാറായി നിശ്ചയിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. UAE-യിൽ പുലർച്ചെയുണ്ടായ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ്, യെല്ലോ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. കാഴ്ചപരിധി കുറയുന്നതിനാൽ വാഹനയാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ദുബായ് വിമാനത്താവളത്തിന്റെയും അൽ മക്തൂം വിമാനത്താവളത്തിന്റെയും ഷാർജ എയർപോർട്ടിന്റെയും പ്രവർത്തനങ്ങളെ മൂടൽമഞ്ഞ് ബാധിച്ചു. ദുബായിൽ 12 വിമാന സർവീസുകൾ റദ്ദാക്കുകയും 23 സർവീസുകൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. ഷാർജ വിമാനത്താവളത്തിലെ 6 സർവീസുകൾ റദ്ദാക്കുകയും 21 സർവീസുകൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. എന്നാൽ രാവിലെ 10 മണിയോടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിയെന്നും ഷാർജ വിമാനത്താവള അധികൃതർ അറിയിച്ചു. യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് യാത്രാസമയം ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. ജിദ്ദ പത്തനംതിട്ട ജില്ലാ സംഗമത്തിന്റെ 17ാമത് വാർഷികാഘോഷം അമൃതോത്സവം 2026 എന്ന പേരിൽ ഫെബ്രുവരി 12-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 8 മുതൽ തഹ്ലിയ റോഡിലുള്ള ലയാലി അൽനൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതായി വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസുൽ കമലേഷ് കുമാർ മീണ മുഖ്യാതിഥിയായിരിക്കും. സംഗീത സംവിധായകനും ഗിറ്റാറിസ്റ്റുമായ സുമേഷ് കൂട്ടിക്കൽ, ഗായിക മീൻസ് മീ, ഗായകൻ കലാഭവൻ രാജേഷ് എന്നിവർ നയിക്കുന്ന മെഗാ മ്യൂസിക് നൈറ്റാണ് വാർഷികത്തിന്റെ പ്രധാന പരിപാടി. കൂടാതെ ആകർഷകമായ വിവിധ പരിപാടികളും ആദരിക്കൽ ചടങ്ങും ഉണ്ടായിരിക്കും. അനിൽകുമാർ പത്തനംതിട്ട, അയൂബ് ഖാൻ പന്തളം, വിലാസ് കുറുപ്പ്, സന്തോഷ് നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുവൈറ്റിലെ പ്രമുഖ നാടക സംഘടനയായ ഫ്യൂച്ചർ-ഐ അവതരിപ്പിക്കുന്ന മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നാടകം ഈ വരുന്ന ശനിയാഴ്ച അരങ്ങേറും. ഫെബ്രുവരി 14 ശനിയാഴ്ച വൈകിട്ട് 6:30 ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ വേദിയിലാണ് നാടകം. പ്രമുഖ സാഹിത്യകാരൻ M. മുകുന്ദന്റെ പ്രശസ്ത കൃതിയെ ആസ്പദമാക്കി ഒരുക്കിയ ഈ നാടകം മലയാള നാടകരംഗത്തെ പ്രശസ്തനും നിരവധി പ്രമുഖ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സംവിധായകനുമായ എമിൽ മാധവിയാണ് സംവിധാനം ചെയ്യുന്നത്. കവിതാ സ്വഭാവമുള്ള അവതരണ ശൈലിയും ദൃശ്യ സൗന്ദര്യവും ആഴത്തിലുള്ള വികാരാവിഷ്കാരവും നാടകത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. ലോകവ്യാപകമായി 2ാമതും കുവൈറ്റിൽ ആദ്യമായും അരങ്ങേറുന്ന ഈ നാടകാവതരണം നാടകാസ്വാദകർക്ക് അപൂർവമായ ഒരു അനുഭവമായിരിക്കും. മലപ്പുറം പൊന്മള സ്വദേശിയായ യുവാവ് മക്കയിൽ അന്തരിച്ചു. മക്ക KMCCയുടെ സജീവ പ്രവർത്തകനും ഹജ്ജ് സെൽ വോളണ്ടിയറുമായ സാദിഖ് പൊന്മളയാണ് മക്കയിലെ ഹറമിൽ മരിച്ചത്. 33 വയസ്സായിരുന്നു. പരേതനായ പൂവല്ലൂർ മൊയ്തീൻ കുട്ടിയുടെയും ഖദീജയുടെയും മകനാണ്. ഷഹർബാനുവാണ് ഭാര്യ. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സാദിഖ് കാവിലിന്റെ മംഗളൂരു എന്ന പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം കോഴിക്കോട് നടന്നു. മിഠായിത്തെരുവിലെ SK പൊറ്റക്കാടിന്റെ ശില്പത്തിന് മുന്നിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. SKയുടെ മകളും എഴുത്തുകാരിയുമായ സുമിത്ര ജയപ്രകാശ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ PP ശശീന്ദ്രന് ആദ്യ പ്രതി നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. കവി മുരളി മംഗലത്ത് അധ്യക്ഷനായ ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ M. ഫിറോസ് ഖാൻ മുഖ്യാതിഥിയായിരുന്നു. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഷോപ്പിംഗ് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി UAE-യിലെ ഇന്ധന വിതരണ കമ്പനിയായ അഡ്നോക് ഡിസ്ട്രിബ്യൂഷനുമായി കൈകോർത്ത് ലുലു ഗ്രൂപ്പ് അബുദാബി സാദിയ തൈലൻഡിലെ അഡ്നോക് ഹബിൽ ലുലു ഡെയിലി പ്രവർത്തനം ആരംഭിച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ അഡ്നോക് ഡിസ്ട്രിബ്യൂഷൻ CEO എഞ്ചിനീയർ ബദർ സയ്യിദ് അല്ലംകി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ അഡ്നോക് ഹബ്ബുകളിൽ 4 പുതിയ സ്റ്റോറുകൾ തുറക്കാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, അഡ്നോക് ഡിസ്ട്രിബ്യൂഷൻ CEO എഞ്ചിനീയർ ബദർ സയ്യിദ് അല്ലംകി എന്നിവർ ചേർന്ന് ധാരണാപത്രം ഒപ്പുവച്ചു. അഡ്നോക് ഡിസ്ട്രിബ്യൂഷനുമായി സഹകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കൂടുതൽ സൗകര്യപ്രദമായ ഷോപ്പിംഗ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണെന്നും MA യൂസഫ് അലി പറഞ്ഞു. T20
ലോകകപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കടുത്ത നിയന്ത്രണവുമായി BCCI. മത്സരങ്ങൾക്കിടയിൽ ഭാര്യയെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ഒപ്പം താമസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ബോർഡ് വ്യക്തമാക്കി. നേരത്തെ വിദേശ പര്യടനങ്ങളിൽ അനുവദിച്ചിരുന്ന ഇളവുകൾ റദ്ദാക്കിക്കൊണ്ടാണ് BCCIയുടെ നീക്കം. 2024-25 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയയോട് 1-3 പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് BCCI ഈ കർശന നിയമം നടപ്പിലാക്കിയത്. 45 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വിദേശ പര്യടനങ്ങളിൽ പരമാവധി 14 ദിവസം മാത്രമേ കുടുംബത്തെ ഒപ്പം താമസിക്കാൻ അനുവദിക്കൂ എന്നതാണ് BCCIയുടെ നയം. അൽ നാസർ മത്സരങ്ങളിൽ നിന്നുള്ള തന്റെ ബഹിഷ്കരണം അവസാനിപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ തീരുമാനിച്ചു. സൗദി പ്രോ ലീഗ് ക്ലബിന്റെ 2 മത്സരങ്ങളിൽ നിന്ന് റൊണാൾഡോ വിട്ടുനിന്നു. ഫെബ്രുവരി 14 അൽ ഫത്തേക്കെതിരായ മത്സരത്തിൽ കളിക്കാൻ പോർച്ചുഗൽ ക്യാപ്റ്റൻ തിരിച്ചെത്തുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ 2 ബുധനാഴ്ച അർക്കാഡാഗിൽ അൽ നാസർ കളിക്കും. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുമായി ഉടലെടുത്ത തർക്കത്തെ തുടർന്നാണ് 2 മത്സരങ്ങളിൽ നിന്നും റൊണാൾഡോ വിട്ടുനിന്നത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.